കഴിക്കാൻ. ഓക്കെ, താങ്ക്സ്. സാർ, രാജഗോപാലൻ സാറിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ആ, അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. ഡൽഹിയിൽ ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്, അവിടെ നിൽക്കുക. ഡേയ്, ഇങ്ങ് വാടാ. എന്താ ഇത്? കൂൾ ഡ്രിങ്ക്സാ സാറേ. തണുപ്പില്ലല്ലോ, ഫ്രിഡ്ജ് വെച്ചില്ലേ? ഐസിട്ട് കൊണ്ടുവരാം സാറേ. പോയി ലിക്കർ ഒഴിച്ചോണ്ട് വാടാ. ഏയ്, 12 മണിയാകുന്നു. നീ ചെന്ന് മോളെ വിളിച്ചോണ്ട് വാ. ശരി. അതെ, മോളെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. നീ പോയി എല്ലായിടത്തും നല്ലപോലെ നോക്ക്. നോക്കിയതാ ഞാൻ, പക്ഷെ ഇവിടെയെങ്കിലും കാണുന്നില്ല. ഞാൻ വിചാരിച്ചത് തന്നെ നടന്നടാ. എന്തു പറ്റി? നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞു, അതുകൊണ്ടാ. രാജ്, വേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. വലിയ ഷോ ഒന്നും വേണ്ട, മാറി നിൽക്കാം. നിനക്കൊരു ഷോ കാണുന്നതിൽ വിരോധമുണ്ടോ? എന്നാ ഇപ്പൊ കണ്ടോ. എന്താ ഭ്രാന്താണോ? എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ആവേശം കൊണ്ട് സ്വന്തം മോളെയാണ് കൊല്ലാൻ പോകുന്നത്. മോളോ? അതെ. ആരാടാ മോള്? ആരുടെയാടാ മോള്? ശരിക്കും അവൾ എന്റെ മോളെയല്ല. സാർ എന്താ ഈ പറയുന്നത്? ഇത്ര നാളും ഞാൻ അത് ഒളിപ്പിച്ചു വെച്ചത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. 13 വർഷം ഞാൻ കാത്തിരുന്നത് വെറുതെ ആകാൻ പാടില്ല. അവളെ എനിക്ക് ജീവനോടെ കിട്ടിയേ തീരൂ.
സിറ്റിയിലുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളും അലർട്ട് ചെയ്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഫാക്സിൽ ഫോട്ടോ അയച്ചു. 2 മണിക്കൂറിനുള്ളിൽ മോൾ എവിടെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും സാർ. അറിഞ്ഞാൽ മാത്രം പോരാ, കിട്ടണം. ആ പറയൂ അങ്കിൾ. ആ പയ്യൻ അടുത്ത് തന്നെ ഉണ്ടോ മോളെ? ദൂരെ നിൽക്കുക അങ്കിൾ. എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയാണ് നടക്കുന്നത്. നീ സൂക്ഷിക്കണം. ശരി അങ്കിൾ. ആ മോളെ, ആ ഫോൺ അത്ര സേഫ് അല്ല. സിഗ്നൽസ് കൂടി ട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതും കളഞ്ഞേക്ക്. ഓക്കെ അങ്കിൾ. എത്ര ഹാപ്പിയാണ് ഞാൻ, എത്ര ഫ്രീ ആണ് ഞാൻ. ഏയ്, എന്താ ഇത്? എനിക്ക് ഇത്ര സന്തോഷം തന്നിട്ട് നീ എന്താ ഡള്ളായിട്ടിരിക്കുന്നേ? ഇന്നലെ രാത്രി കിട്ടിയ ഷോക്ക് അതല്ലേ? ഐ ലവ് യു പറയാന്നും പറഞ്ഞ് വിളിച്ച് ലോറി കയറ്റിക്കൊണ്ടുവന്ന് കാട്ടിലിട്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഇന്നലെ വരെ സൈലന്റ് മോഡിലായിരുന്നു, ഇന്നെന്താ വൈബ്രേറ്റ് മോഡിൽ? എങ്ങനെ ആകാതിരിക്കും? ഇന്നലെ വരെ സെക്യൂരിറ്റികൾക്കിടയിൽ ഇൻസെക്യൂർ ആയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഈ പുതുവർഷത്തിൽ നിന്നോടത്തൊരു പുതിയ ലൈഫ്. ഐ ആം സോ എക്സൈറ്റഡ്. കൊള്ളാം രാജ്, നീ എനിക്ക് വേണ്ടി എത്ര റിസ്ക് എടുത്ത 3 ടെസ്റ്റുകൾ പാസ്സായത്. ഐ ലവ് യു. ഈ 3 വേർഡ്സ് പറയാൻ ഇതിലും റൊമാൻറ്റിക് ആയ ഒരു പ്ലേസ് വേറെ എവിടെയുള്ള? അതുകൊണ്ട് അത് പറയേണ്ടത് ഇവിടെയല്ല, ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച. ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച് പറയുന്ന എന്തിനാ? ജനറലി ലവ് മാറ്ററെ പറ്റി നിന്റെ വീട്ടിൽ വന്ന് പറയാൻ പറഞ്ഞാൽ പറയാം, എന്റെ വീട്ടുകാരോട് പറയാൻ പറഞ്ഞാലും പറയാം. പിന്നാലെ വേറൊരു വ്യക്തി. രാജിത അവര് തന്നെയാ. കിട്ടിയ കൊല്ലും നമ്മളെ. ആദ്യം ആർക്കാ ചാവേണ്ടത്? എല്ലാരും കൂടി എന്നെ നോക്കുന്നതിനാടാ സാർ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒരു ലേഡി മസാജ് കിട്ടിയിട്ട് ചാവണമെന്ന് ആഗ്രഹമുണ്ട്. അത് അറേഞ്ച് ചെയ്തിട്ട് സാർ എന്നെ കൊന്നോ. എല്ലാരും താഴെ ഇരിക്കുമ്പോ നീ മാത്രം എന്താടാ മോളിൽ കയറിയിരിക്കുന്നത്? എവിടെ ഇരുന്ന എന്താ സാറേ? നിങ്ങൾ കൈകാര്യം ചെയ്തതിന് ശേഷം കീഴും മേലും എല്ലാം ഒരുപോലെയാ തോന്നുന്നത്. എടാ, അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിനക്ക് പകരം ഡാൻസ് മാസ്റ്ററായിട്ട് പോയപ്പോ നീ എന്തുണ്ടാക്കായിരുന്നു? സാർ, ഫേസ് ടു ഫേസ് ഫ്രാങ്ക് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. മോളെ അടിച്ചോണ്ടോ ഇപ്പൊ സാർ എന്തുണ്ടാക്കിയോ അത് തന്നെ ഞാൻ അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, അവന്റെ പ്ലാൻ എന്താണെന്ന് പറ. ഞാൻ നിങ്ങളെ വിട്ടേക്കാം. അമ്മയാണ് സത്യം. ഞാൻ കറിഞ്ഞൂടാ സാർ. അവനെ പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ സാർ. അവനുമായിട്ട് മറ്റൊരു ബന്ധമില്ല സാർ. സത്യമാ സാർ. സാർ, അവൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല സാർ. പക്ഷെ പ്രാക്ടിക്കൽ ആകുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ മുക്കിക്കളഞ്ഞെന്ന്. ഏയ്, ആ ഫോണിങ്ങണ്ട്. എന്ത് സാറേ, സാറിന്റെ ഫോണിൽ പൈസ ഇല്ലേ? അല്ല തരാം, വിളിച്ചോ. അവൻ ഡെഫിനറ്റായി നിന്നെ ഫോൺ ചെയ്യും. അവൻ ചെയ്യില്ല സാർ, സത്യമായിട്ട് അവൻ എനിക്ക് ഫോൺ ചെയ്യില്ല. അഥവാ അവൻ ചെയ്താൽ ബോംബെ മുംബൈ ആയതുപോലെ, മെഡ്രാസ് ചെന്നൈ ആയതുപോലെ ഈ ഡാൻസ് മാസ്റ്റർ രംഗീല നിങ്ങളുടെ ഡ്രൈവർ രംഗീലാക സാർ. അവൻ ഫോൺ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്നത് പോലെ തന്നെ തിരിച്ചു കൊണ്ടുവിട്ടേക്കാം. എങ്ങോട്ട് പോയാലും കല്ലും മണ്ണും അല്ലാതെ റോഡ് കാണുന്നില്ലോ. ഏയ്, ആ ഫോണിൽ തന്നെ ഫോണോ? അർജന്റായിട്ട് വിളിക്കേണ്ടതാ. ഓ സോറി, ആ ടെൻഷനിൽ നിന്റെ അടുത്ത് വന്നപ്പോ ഫോൺ വീട്ടിൽ വെച്ച് ഞാൻ മറന്നുപോയി. നീയപ്പോ ഫോൺ പോലും എടുക്കാതെ കൈയും വീശിങ് പോന്നല്ലേ? അപ്പൊ നിന്റെ ഫോൺ എവിടെ? വലിയ ഉത്തരവാദിത്തമുള്ള ആള്. അവന്മാരുമായിട്ട് തല്ലുണ്ടായപ്പോ ഡാൻസ് സ്കൂളിൽ വീണുപോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല അല്ലേ? ഹലോ, നമ്മൾ എവിടെ ഉണ്ടെന്ന് ഒരാളെങ്കിലും അറിയണം. അതിനൊരു ഫോൺ തരുന്ന മണ്ടനെ കിട്ടണം. ഓ ക്രാപ്പ്. എന്ത് പറ്റി ഡാർലിംഗ്? പെട്രോൾ തീർന്നു പോയി ഡാർലിംഗ്. പെട്രോൾ തീർന്നു പോയെന്നോ? ഇപ്പൊ നമ്മൾ എവിടെയുള്ളത്? കാട്ടില. കാട്ടിലോ? ജാങ്കിൾ. ശ്രീശൈലം. നിന്നോട് ഞാൻ ലോങ് ഡ്രൈവിന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ ഈ കാട്ടിലേക്ക് എന്തിനാ കൊണ്ടുവന്നത്? ഞാൻ കൊണ്ടുവന്നതല്ല ഡാർലിംഗ്. നീ എന്നെ കയറി മെല്ലെ ഇങ്ങനെ പിടിച്ചപ്പോ പിടിച്ചത് ഇഷ്ടമായിട്ടോ പിടിച്ച സ്ഥലം ഇഷ്ടമായിട്ടോ എന്നറിയില്ല. പെട്രോൾ തീർന്നപ്പോഴേ ശരിക്കും എനിക്ക് ബോധം വന്നത്. നമ്മൾ എന്ത് ചെയ്യും? Who is this forest group? ഹലോ, ഐ എം രാജ്. ചൈത്ര, നമസ്കാരം. I am Prabha Kumar, the love guru. ലവ് ഗുരു എന്ന് പറഞ്ഞ 0.5 FM. 0.5 അല്ല ബ്രോ,
93.5 സാർ ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ് ഫോറസ്റ്റിലും ഫാൻസാ ഗോഡ് മസ്റ്റ് ബി ക്രൈസിയാ ഗുരുജി നിങ്ങൾ എഫ് എമ്മിലെ ലവേഴ്സിനോട് പറയുന്ന ആൻസർ കേട്ട് ത്രില്ലടിച്ചാ ഞാൻ ഇവിടെ തട്ടിക്കൊണ്ട് വന്നത്. റിയലി എന്റെ ആൻസറിൽ അത്രയ്ക്ക് ഫയർ ഉണ്ടോ? ബെസ്റ്റ് ഫയർ അല്ലേ? ഓ വെൽ ഡൺ ബ്രോ വെൽ ഡൺ. അങ്ങനെ വെറും ഒരു വെൽഡൻ മാത്രം പറഞ്ഞാൽ മതിയോ? ഈ വിഷയം എന്റെ ഫ്രണ്ട്സിനോട് പറയണോ വേണ്ട? നാച്ചുറലി. ഫോൺ നിന്റെ ഫോണിന് എന്താ പറ്റി ബ്രോ? പെണ്ണിനെ തട്ടിക്കൊണ്ടുവരും ആരെങ്കിലും ഫോൺ എടുക്കാറുണ്ടോ? സിഗ്നൽ കിട്ടില്ല ഗുരുജി. സ്മാർട്ടാ. ഏതായാലും എന്റെ ശിഷ്യനല്ലേ, വിളിച്ചോ. ഔട്ട് ഗോയിങ് ഫ്രീ. FM കാർ അടച്ചോളും. താങ്ക്സ് ഗുരുജി. The number you're trying to reach is currently not reachable. To leave a voice message. The number you're trying to reach is currently not reachable. സാർ, എന്താടാ? ബസ് കണ്ടക്ടർമാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഒരിടത്ത് ഇരുന്ന് സംസാരിച്ചൂടെ സാർ? സിറ്റ് ഡൗൺ. അയ്യോ കഷ്ടമുണ്ട് സാറേ, പള്ളിക്കൂടത്തിലെ മണി പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കുന്ന എന്തിനാ സാറേ അവന് ഫോൺ വന്നു. അൺനോൺ നമ്പർ സാർ, വേണേ നോക്കിക്കോ. സംസാരിക്കാം. എന്തിനാ സാർ സംസാരിക്കുന്നത്? ഹേയ് ബെല്ലാരി സാർ പറഞ്ഞത് കേട്ടില്ലേ, സംസാരിക്കേ. എടാ രംഗി, എന്താ മാസ്റ്റർ ജി, എന്നെ എന്തിനാ വിളിക്കുന്നത്? അതെന്താ താനില്ലായിരുന്നെങ്കിൽ എനിക്ക് ചൈത്രയും കൊണ്ട് രക്ഷപ്പെട്ട് ഇത്രയും ദൂരം വരാൻ പറ്റുമായിരുന്നോ? അതുകൊണ്ടാ ഞാൻ ഫസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ തന്നോട് പറയാൻ വേണ്ടി വിളിച്ചത്. പൊന്നു മോനെ തങ്കക്കുടമേ, എനിക്ക് സന്തോഷായടാ. അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ ബാക്കി ഫ്രണ്ട്സിനൊക്കെ എങ്ങനെയുണ്ട്? അവരൊക്കെ മുളകിട്ട് വെച്ച കറിയുന്നിടത്ത് മീനുകളെ പോലെ ഉണ്ട്. മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ ഞങ്ങൾ എവിടെ ഉണ്ടെന്നറിയോ? നിന്റെ അമ്മായി അച്ഛന്റെ വീട്ടില്. എവിടെയാടാ നീ തന്തയില്ലാത്തവനെ? എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ ആരുടെ തന്തയാണെങ്കിലും അവനെ അറിയാൻ. എവിടെയാ എന്റെ മോളെ? 160 പൗണ്ട് വെയിറ്റും 178 സൈസ് ഹൈറ്റും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ശരീരവും നിന്നെ പോലുള്ളവരെ നേരിടാനുള്ള ധൈര്യമുള്ള ഒരുത്തിന്റെ കൂടെ. മനസ്സിലായില്ല അമ്മവ? അവൾ ഈ രാജിന്റെ കൂടെ ഉള്ളത്. നീ കളിക്കുന്നത് നിന്റെ ജീവൻ കൊണ്ടാ. ബൈ ബർത്ത് അതെനിക്കൊരു ഹോബി ആയിപ്പോയി. നിന്നെ എന്റെ കൈ കെട്ടിയാൽ വെട്ടി വെട്ടി അരിവിടാ ഞാൻ. എന്നെ പിടിച്ച ഞാൻ നിന്റെ മുമ്പിൽ വെറുതെ കൈയും കെട്ടി നിന്ന് തരാം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്റെ ജീവൻ എടുക്കൂടാ. അതുവരെ ഞാനും നിനക്ക് അനുവാദം തരാം. ട്രൈ ചെയ്തോ. ഏയ്, നീ വെറുതെ പറച്ചിലേ ഉള്ളൂ, പക്ഷെ ഞാൻ പ്രവർത്തിക്കണം. നിന്നെ ഞാൻ സാർ ആവേശപ്പെടരുത്, സമാധാനമാണ് വേണ്ടത്. അവന്റെ കയ്യിലുള്ളത് നിങ്ങളുടെ മകൾ മാത്രമല്ല, 10,000 കോടികളാണ്. സാർ ഇപ്പൊ വന്ന ഇൻകമിംഗ് കോൾ നമ്പർ ഇൻസ്പെക്ടർക്ക് സെൻഡ് ചെയ്യും. ശരി സാർ. അവൻ ഫോൺ ചെയ്തില്ല. അവൻ ചെയ്തു സാർ, പക്ഷേ പച്ചമുളക് അരച്ചതും ഉണക്കമുളക് അരച്ചതും കാന്താരി മുളക് അരച്ചതും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നിന്റെ മധ്യപ്രദേശത്ത് വെച്ചാൽ ആന്ധ്രാപ്രദേശ് വരെ അറിയിക്കും.